പാളിയ വ്ലോഗാണ്, എന്നോടൊന്നും തോന്നല്ലേ. ഹായ് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ, ഒരു തെറ്റ് ഏതൊരു പോലീസുകാരനായാലും പറ്റും, എനിക്കും പറ്റി. സംഭവം എന്ന് വെച്ചാല് മൈക്കും ഗിംബലും എടുക്കാൻ മറന്നുപോയി. ഒന്ന് പേടിപ്പിച്ചിട്ടാ മതി, ഇനി ആവർത്തിക്കൂല. ഈ വ്ലോഗ് എന്ന് പറഞ്ഞാല് ഈ ടണല് പോലെ നീണ്ടു കിടക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിനെ 2 ഭാഗമാക്കി മാറ്റി. അപ്പൊ അതിലെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കാഴ്ചകളിലേക്ക് പോയാലോ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഇല്ലേ, ചെറിയ ബെൽ ബട്ടൺ, ആ റൈറ്റ് സൈഡിലുള്ള അതന്നെ, അത് അമർത്താനും മറക്കരുത്. പിന്നെ ഷെയറിങ്, കമൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ. എന്നാൽ പിന്നെ നമുക്ക് കാഴ്ചകൾ പോകാം അല്ലേ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇതാ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതാ ഇതിൻ്റെ മേലെ പണ്ട് അറബികളെങ്ങനെ ജീവിച്ചിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നു. നല്ല വഴികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പോയി നോക്കട്ടോ കാഴ്ചകളിലേക്ക്. വേണ്ട, നല്ല ഭംഗിയായിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്, കൈവരിച്ചിട്ടുള്ള സ്റ്റെപ്സ്. വികരുതേ, വരുന്നുണ്ട്. അഡ്വഞ്ചർ ആയിട്ട് slowly
എവിടെ ഏ? എന്താണ് പറയൂ. ടയർഡായോ? മേനുണ്ടോ? എവിടെ? ആ കണ്ടു. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ചകിരി നാരുകൊണ്ട് ഇവർ ഈ എന്താ പറയുക ഗ്രിൽസ് അതെ കമ്പി കവർ ചെയ്തിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. നല്ലൊരു ഫീൽ ഇട്ടുണ്ട് ഇവിടെ എത്തിയിട്ട്. നല്ല അടിപൊളി. പാറ എല്ലാം മലയാണ്. ആടിന്റെ കരച്ചിലാ. വെയിലുണ്ട്, ചൂടില്ല. ഇതൊക്കെ നോക്കി കാഴ്ചകള് എന്താ രസം. അടിപൊളി. വെള്ളം ഒലിഞ്ഞു പോണ വെള്ളമാണ്. അപ്പൊ ഇതിൽ കൂടെ നടക്കണമെങ്കിൽ വടിയും ബാഗും പോകാൻ കേട്ടോ. വെള്ളം കുടിക്കാൻ പറ്റില്ല. കുടിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. കുടിക്കാന്നാണോ ഇത്? ആ ഡ്രിങ്കിങ് വാട്ടർ. അതിൽ കുളിക്കരുതല്ലേ? അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറാണ്. അതിൽ കുളിക്കേ ഒന്നും വൃത്തികേടാക്കി ചേരുന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടോ ട്രഡീഷണലായിട്ട് ഇവിടെയുള്ള ഒരു പള്ളിയാണിത്. The old village. The old village is where the community is the Wadi Shees once lived. Wadi Shees ലുള്ള ആൾക്കാർ ജീവിച്ച സ്ഥലം. The ruler of Sharjah. ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ പഴയ ഈ ഏരിയയിൽ ഇങ്ങനെയായിരുന്നു ജീവിതം കാര്യങ്ങളൊക്കെ എന്നുള്ള പറയണത്. ആ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പൈസ ജീവിച്ചിരുന്നു. ഇതിലെ ഞാനൊരു ചെറിയൊരു കോഴി അതായത് പണ്ടത്തെ കാലത്ത് കോഴിക്കൂട് ഉണ്ടല്ലോ ഇതുപോലെ കല്ലിൻ്റെ ഇടയിൽ അവരെന്തെങ്കിലും പുല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കും. കോഴിയും കാര്യങ്ങളും ഇവിടെ വന്ന് നിൽക്കും. മുട്ട എടുക്കും, പോവില്ല, കളക്ട് ചെയ്യുക. നല്ല ഐഡിയ, പണ്ടത്തെ ഐഡിയ അല്ലേ? മണ്ട പോയ തെങ്ങ് നേരമുള്ളത് അതേപോലെ മണ്ട പോയിട്ട് നല്ല വഴികളല്ല, നാട്ടുമ്പുറങ്ങളിലുള്ള വഴികൾ. ഇത് നാരങ്ങ മരം, ചെറുനാരങ്ങ. കാശു. ഈ ലെമണല്ലേ നമ്മളെ ലെമൺ, അതിൻ്റെ ട്രീ കണ്ടിട്ടില്ലേ? കണ്ടണോ? ഇല്ല, ഇതാണ് ട്രീ, ലെമൺ ട്രീ. ഇവിടെ നോക്ക്, ലെമൺ ഉണ്ടോ? ഇവിടെ കണ്ടോ ലെമൺ? നോക്ക്.
ക്യാമറ കൊണ്ടുപോകുന്ന അണ്ടർവാട്ടർ ക്യാമറ അല്ലേ? ഇതാണ് ആ കുളം, നല്ലൊരു കുളം. അപ്പം ഞാനേ 3 നാരങ്ങ അവരുടെ പെർമിഷൻ വാങ്ങി എടുത്തു. അവിടെ തൊഴിലാളികളുണ്ട്, അവർ പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല, അങ്ങ് എടുത്തോളി, ഇങ്ങനെ വരുന്നവർക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമല്ല. പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു സാധനം ഇവിടുന്ന് എടുക്കരുത്, അത് മോശമാണ്. ചോദിച്ചിട്ട് എടുക്കാം അവർ തരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേണം. നമ്മളെന്താ വെച്ചാൽ ഓർഗാനിക് ലെമൺ എന്നുള്ള നിലക്കാണ് ഇത് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇനി മടങ്ങാണ്, ഇനി അടുത്ത കാഴ്ചകൾക്ക് പോകാം. ഇനി പടികളെല്ലാം ഇറങ്ങിപ്പോണം, താഴെത്തണം. ഇനി ഇറങ്ങി തുടങ്ങട്ടെ. നല്ല കാഴ്ചയല്ലേ, നല്ല തണലും വിശ്വാസമായി. ഇത് ഈ ബക്കറി കാ ഖാന ആണ്. ആ, ആടിനുള്ള തീറ്റ പുല്ലരിഞ്ഞ് കൊണ്ടുപോവാണ്. हाँ हाँ इंडिया केरला हाँ ലാസ്റ്റ് പറഞ്ഞാൽ കേട്ടില്ല. ഇനി എന്താ അങ്ങനെ പറഞ്ഞേ? ആ കേരള നമ്പർ 1 കേട്ടോ ആണ്. അതാണ് കേരളം നമ്പർ 1 മിയ. അപ്പോൾ കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് അവർക്ക് നല്ല മതിപ്പാണ്, എവിടെ ആണെങ്കിലും നല്ല ആൾക്കാരാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷൻ തേടി പോവല്ലേ? ഓക്കെ, ഇവിടെ പുതിയൊരു പാർക്ക് വരുന്നുണ്ട്. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, തുറന്നിട്ടില്ല. ഷീസ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. വാദി ഷീസിൻ്റെ അടുത്തുള്ള പാർക്ക്. അത് അങ്ങനെ മൗണ്ടൈൻ്റെ ആ മുകൾക്കൊക്കെ ഇങ്ങനെ എന്താ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരു പക്ഷേ ഈ പാർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിപ്പോൾ ഇനി അടുത്ത് തന്നെ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എവിടെ ഉള്ളത് വെച്ചാൽ ഒരു ഡാം സൈറ്റിലാണ്. റഫീസ ഡാം എന്ന് പറയും. ആ ഡാമിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ കാഴ്ച? നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്രോണിൽ ഈ കാഴ്ച ഒന്ന് പകർത്തി വെക്കാം, എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അവിടെ ഡാമിൻ്റെ കുറുകായിട്ടൊരു പാലമുണ്ട്, ഇതായി കാണുന്നത് കണ്ടില്ലേ? ആ പാലത്തിൻ്റെ അടുത്ത് പോയിട്ട്
അവിടുന്ന് ഡ്രോൺ ഒന്ന് പറത്തിയിട്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാഴ്ച നമുക്കൊന്ന് കണ്ടോ. ഓക്കെ, മൗണ്ടൈന് അതായത് മല കീറി ഉണ്ടാക്കിയ റോഡാണ് ഇട്ടതല്ല. ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഞാൻ ബൈക്ക് എടുക്കാൻ അപ്പോൾ തിരക്കിൽ ഇറങ്ങിപ്പോയാൽ മൈക്കിൻ്റെ ബാഗ് വീട്ടിൽ വെച്ച് മൈക്ക്, ബാറ്ററി, അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ എടുത്ത് വെക്കണം. ചിലപ്പോൾ ഈ വീഡിയോയിൽ ഓഡിയോ ക്വാളിറ്റി ബാഡായിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ഫോൾട്ടാണ്. ഏറെക്കുറെ സെൻട്രലാണ് നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്. ബൈക്കില്ലാത്തതുകൊണ്ട് വോയിസ് ക്ലിയർ ആവില്ല. ഇവിടുന്ന് പറത്തി നോക്കട്ടോ.